അവർ ഒരു പറ്റ യുവാക്കളായിരുന്നു. എന്താണ് ആ യുവാക്കളുടെ പ്രത്യേകത? മദ്യപിക്കാത്ത, വ്യഭിചരിക്കാത്ത, നാട്ടുനടപ്പിനും നാട്ടാചാരങ്ങൾക്കും വിധേയമാകാത്ത, ഹക്കിന്റെ പിന്നാലെ പോയ ഒരു വ്യക്തികളെയും കുസാത്ത, സിട്ടികളിൽ ഒരാളെയും ആരാധിക്കാത്ത, സിട്ടാവിനെ കുറിച്ച് സമഗ്രമായി ചിന്തിച്ച, ആകാശഭൂമികളിൽ ഇതാ ആ പ്രകാശപൂരിതമായി നിൽക്കുന്ന ചന്ദ്രനെ സൃഷ്ടിച്ച പടച്ച തമ്പുരാനെ, സൂര്യനെ സൃഷ്ടിച്ച പടച്ച തമ്പുരാനെ, ഈ 7-14 ലോകങ്ങളെ സൃഷ്ടിച്ച പടച്ച തമ്പുരാനെ, അല്ലാഹ് അവരെ പറ്റി പറയുന്നത് വറബത്തിനാ അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തെ അല്ലാഹു ഉറപ്പിച്ചു നിർത്തി. എന്തുകൊണ്ട്? എന്തായിരുന്നു കാരണം? ആ യുവത്വത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? ആ യുവത്വത്തിന് ചരിത്രത്തിൽ ഇടം നൽകാൻ കാരണം എന്തായിരുന്നു? 14 നൂറ്റാണ്ടുകൾക്കിപ്പുറത്ത് ചരിത്രം വീണ്ടും ആവർത്തിച്ചു വായിക്കപ്പെടുന്ന, എല്ലാ വെള്ളിയാഴ്ചകളിലും സത്യവിശ്വാസികളെ കൊണ്ട് പാരായണം ചെയ്യപ്പെടുന്ന അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ അവർക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവർ ഖബർ പൂജകരായിരുന്നില്ല, കറാമത്തുകൾ വിറ്റ് കാശുണ്ടാക്കിയവരായിരുന്നില്ല, മൂജിസത്ത് വിറ്റ് കാശുണ്ടാക്കിയവരായിരുന്നില്ല, സിട്ടികളിലേക്ക് കൈനീട്ടിയവരായിരുന്നില്ല. സിട്ടാവിന്റെ മുമ്പിൽ മാത്രമേ ഞങ്ങൾ തനകുലിക്കുവടാ, ആരടാ നിങ്ങൾ, ഏത് സിട്ടിയാണടാ ഞങ്ങൾ ആരാധിക്കേണ്ടത്? ഞങ്ങൾക്ക് വായു നൽകിയ, വെള്ളം നൽകിയ, ഞങ്ങളെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന, ഞങ്ങളെ പരിപാലിക്കുന്ന ലോകത്തിന്റെ രക്ഷിതാവിനെയല്ലാതെ അല്ലാഹുവിന്റെ മുമ്പിലല്ലാതെ ഒരു സിട്ടിയുടെ മുമ്പിലും ഞങ്ങൾ പ്രാർത്ഥിക്കില്ല. സുന്ദരനായ പണ്ഡിതൻ, വലിയൊരു പണ്ഡിതന്റെ മകൻ ഈ പരിശുദ്ധ റമദാനിൽ പോലും പറഞ്ഞത്, ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾ ബദരീങ്ങളോട് പ്രാർത്ഥിച്ചു എന്നാണ്. അസ്ഹാബുൽ കൗഫിന്റെ പ്രഖ്യാപനം ഇല്ലടോ, ഒരു സിട്ടിയോടും ഒരു ഔലിയായിനോടും ഒരു അമ്പിയായിനോടും ഞങ്ങൾ പ്രാർത്ഥിക്കില്ല എന്ന് പ്രഖ്യാപിച്ച ഒരു ജനത, അവരുടെ പാത എവിടെ? അവരുടെ ചരിത്രം എവിടെ? അത് വായിച്ചവരെവിടെ? അത് പഠിപ്പിച്ചു കൊടുക്കുന്ന പണ്ഡിതന്മാരെവിടെ? അത് മനസ്സിലാക്കിയ യുവാക്കളെവിടെ?